ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ. സെക്ഷൻ 354 ഒരു സ്ത്രീയുടെ ചാരിത്യശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശ്യത്തോടുകൂടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 354A ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തി ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനായി തീരുന്ന പ്രവൃത്തികൾ. 1. അനഭിലാഷണീയമായതും ലൈംഗിക ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവളെ അപ്രകാരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത്. 2. തൻ്റെ ലൈംഗിക സംതൃപ്തിക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്നത്. 3. ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി ലൈംഗികത പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ കാണിക്കുന്നത്. 4. ലൈംഗിക ചുവയുള്ള അഭിപ്രായങ്ങൾ പ്രകടനങ്ങൾ നടത്തുന്നത്. 1, 2, 3 പ്രവൃത്തികൾക്കായുള്ള ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന കഠിന തടവോ പിഴയോ രണ്ടും കൂടിയോ. 4. നാലാമത്തെ പ്രവൃത്തിക്കുള്ള ശിക്ഷ 1 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 354B ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ അവളെ അതിനായി നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 354C ഒളിഞ്ഞുനോട്ടത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്കു വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ഈ വകുപ്പ് പ്രകാരം ചെയ്യുന്ന ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഈ വകുപ്പ് പ്രകാരം ചെയ്യുന്ന രണ്ടാമത്തെയോ അല്ലെങ്കിൽ തുടർന്നുള്ളതോ ആയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 354C പ്രകാരമുള്ള സ്വകാര്യ പ്രവൃത്തികൾ. ഒരു സ്ത്രീ തനിക്ക് സ്വകാര്യതയുണ്ടെന്ന് ന്യായമായും വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ ജനനേന്ദ്രിയം, നിതംബം, മാറിടം എന്നിവ നഗ്നമാക്കുന്നത്. ഒരു സ്ത്രീ അടിവസ്ത്രത്തിൽ മാത്രം നിൽക്കുന്നത്. ഒരു സ്ത്രീ കുളിമുറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് സാധാരണ ചെയ്യാത്ത തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീക്ഷിക്കുന്നത്. ഏതെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയോ പകർത്തുന്നത് കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീ അനുമതി നൽകുകയും എന്നാൽ മൂന്നാമതൊരാൾക്ക് അത് പ്രചരിപ്പിക്കുന്നതിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങളോ പ്രവൃത്തിയോ പ്രചരിപ്പിച്ചാലും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമായി കണക്കാക്കാവുന്നതാണ്. സെക്ഷൻ 354D പൂവാലി ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 354D പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവൃത്തികൾ. ഏതെങ്കിലും പുരുഷൻ വ്യക്തിപരമായി തനിക്കുള്ള ബന്ധത്തെ പരിപോഷിക്കുന്നതിനായി ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. ആ സ്ത്രീ തനിക്കുള്ള താൽപ്പര്യക്കുറവ് വ്യക്തമായും പ്രകടിപ്പിച്ച ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടർന്ന് അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത്. ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നത്. പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവൃത്തികൾ കുറ്റകരമല്ലാത്ത സാഹചര്യങ്ങൾ. ഒരു കുറ്റകൃത്യം തടയുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിനു വേണ്ടിയോ ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ. അപ്രകാരം പിന്തുടരുന്ന വ്യക്തി ഒരു കുറ്റകൃത്യം തടയാനോ തെളിയിക്കാനോ ആയി സ്റ്റേഷനിൽ അധികാരപ്പെട്ട ആളായാൽ. അപ്രകാരം പിന്തുടർന്ന് ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിൻ കീഴിൽ ഒരു വ്യക്തിയാൽ ചുമത്തിയിട്ടുള്ള വ്യവസ്ഥകളോ ആവശ്യകതകളോ പാലിക്കുന്നതിലേക്കോ ആകുന്ന സാഹചര്യങ്ങളിൽ.
പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പെരുമാറ്റം തികച്ചും ന്യായവും നീതീകരിക്കാവുന്നതുമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ. സെക്ഷൻ 354D പ്രകാരം ചെയ്യുന്ന ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ 3 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 354D പ്രകാരം ചെയ്യുന്ന രണ്ടാമത്തേതും തുടർന്നുണ്ടാകുന്ന കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷ 5 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 498A ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 498A പ്രകാരം ക്രൂരത എന്ന അർത്ഥം വരുന്ന പ്രവൃത്തികൾ. ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തി. അവളുടെ മനസ്സിനോ ശരീരത്തിനോ കഠിനമായ ക്ഷതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി. അവളുടെ ജീവന് അപകടമുണ്ടാക്കുന്നതോ ആരോഗ്യത്തിന് കഠിനക്ഷതമേൽപ്പിക്കുന്നതോ ആയ പ്രവൃത്തി. വസ്തുവോ മറ്റു വിലപിടിപ്പുള്ള സാമഗ്രികളോ ഒരു സ്ത്രീയിൽ നിന്നോ അവളുടെ ബന്ധുക്കളായ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ അന്യായമായി നേടിയെടുക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പീഡനം. അപ്രകാരം നേടിയെടുക്കുന്നതിൽ അവളോ അവളുടെ ബന്ധുക്കളോ വീഴ്ച വരുത്തിയതായ കാരണത്താൽ ആ സ്ത്രീക്കെതിരെ നടത്തുന്ന പീഡനം. സെക്ഷൻ 509 ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും വാക്കുകൾ പറയുകയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചേഷ്ടകൾ കാണിക്കുകയോ എന്തെങ്കിലും വസ്തുക്കൾ കാണിച്ചോ അവരുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്നുകയറുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ശിക്ഷ 3 വർഷത്തോളം ആകാവുന്ന വെറും തടവും പിഴയും.